ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. കാരണം നമുക്ക് 100-ൽ 100 തികഞ്ഞ ഒരാളെ നമുക്ക് കിട്ടില്ല. നമുക്കൊരു 80% അല്ലെങ്കിൽ ചിലപ്പോൾ 50 ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. ബാക്കി നമുക്ക് തികയാതെ മാറി നിൽക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ലിറ്ററലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ ആ അഡ്ജസ്റ്റ്മെന്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്. ഞാൻ ഈ ക്വാളിറ്റി, ഈ 50% ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് കണക്ട് ആവാൻ പറ്റാത്ത ഈ 50% ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. എന്തിനാണ് ഞാൻ ഇയാളുടെ ഈ ക്വാളിറ്റീനെ വില കൊടുക്കുന്നത് കൊണ്ട് ഈ 50% നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്യൂൺ ചെയ്ത്. കാരണം എനിക്കും അതുപോലെ തന്നെ ഉണ്ടാകും. ചിലപ്പോൾ ഞാൻ 20-80 ആയിരിക്കും, എൻ്റെ ഒരു 20% ക്വാളിറ്റിക്ക് വേണ്ടി മാത്രമായിരിക്കും അവളൊരു 80 എന്ന് പറഞ്ഞതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു പരിപാടി. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവാണ്ടേക്ക് വഴക്കുണ്ടാകുമ്പോഴും ഇങ്ങനെയാണ് പരിപാടി. ഇത് വഴക്കുണ്ടാവുമെന്നും കല്യാണത്തിൽ പ്രണയം നിന്നു പോകുന്നും എന്നും ഈ പ്രണയങ്ങളും ഉണ്ടാവുന്ന ഒന്നുമില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം അത് റിഫൈൻ ചെയ്യേണ്ട നമ്മുടെ പണിയാണെന്നും ഒക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന പരിപാടി തന്നെയാണ് ഇത്. പക്ഷെ ആ അഡ്ജസ്റ്റ്മെന്റിന് നമ്മളൊരു ക്വാളിറ്റി കണ്ടെത്തുക, അതിനു വേണ്ടി നമ്മൾ പണി എടുത്തുകൊണ്ടിരിക്കുക. അല്ലാതെ കല്യാണം കഴിച്ചുകൊണ്ട് ജീവിതം സെറ്റിലായി കുട്ടി ഉണ്ടായതുകൊണ്ട് ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തെ സുഖമായിട്ട് ജീവിക്കുക, അതല്ല പരിപാടി.